ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് നമ്മൾ ആദ്യം പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തിയ വചനം എന്താണ്? നമ്മളുടെ ഒരു കവനൻ്റ് മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താൽ ദൈവതിരുസന്നിധിയിൽ ബഹുമാന്യനാകാൻ പറ്റും? ഏശയ്യാ 43:4 വായിച്ചോളൂ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അപ്പം ജനതകളെ നൽകണമെന്നാ പറയണത്. ജനതകളെ, ഒരു വലിയ ഹ്യൂജ് കമ്മ്യൂണിറ്റിയെ വെച്ചുകൊണ്ട് നിനക്ക് ജാമ്യം കിട്ടുകയാണ്. അതാണ് വിഷയം. അതാണ് ഈ ജോണിൻ്റെ, അതായത് 2400 പേര് പൈലറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ 396 പേരെയും ആ ജനതകളെ മാറ്റിയിട്ട് നിന്നെ എടുക്കാൻ വേണ്ടി ഇവരെ ജാമ്യം വെച്ചിരിക്കുകയാണ്. അതാണ് നിനക്ക് പകരമായി ജനതകളെയും. ഈ ഒരു സ്റ്റാറ്റസിലേക്ക് വരണം സഹോദരങ്ങളെ. കാര്യം ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം, ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്, ബട്ട് ബൈ ഗ്രേസ്. അപ്പം അങ്ങനെ, അതായത് നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ ഈ എൻ്റെ കൃപ കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആർക്കാണ് കൃപ കിട്ടണത്? ബഹുമാന്യനെ. ആർക്കാണ് കൃപ കിട്ടുന്നത്? പ്രിയങ്കരനെ. ആർക്കാണ് കൃപ കിട്ടുന്നത്? പ്രിയപ്പെട്ടവനെ. അപ്പം ദൈവത്തിരുസന്നിധി പ്രിയപ്പെട്ടവളാകാൻ, ദൈവത്തിരുസന്നിധി ബഹുമാന്യതയാകാൻ. ഇപ്പോൾ തന്നെ ഈ ജോസഫ് ജോണിൻ്റെ ഒരു സംഭവം, ജോസഫ് ജോൺ ഇങ്ങനെ 6 ശമ്പളം കമ്പനിയോട്, ഇൻ്റർവ്യൂ ചെയ്ത കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ വൈഫ് പറഞ്ഞ് അതിൻ്റെ ആവശ്യമുണ്ടോ, കയറിപ്പറ്റുകയല്ലേ പ്രധാനം എന്ന് പറയും. അപ്പോൾ ഇയാളുടെ മനസ്സിൽ നിന്ന് പരിശുദ്ധ പറഞ്ഞ്, നീ അത് പുട്ടപ്പ് ചെയ്തോ, നീ അത് പുട്ടപ്പ് ചെയ്യാൻ പറയും. അതിന് എന്താ വിഷയം വെച്ചാൽ, ഇയാൾ എങ്ങനെയാണ് ദൈവദൃശ്യ ബഹുമാന്യനായി മാറണത്? റാങ്ക് സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവദൃശ്യനിധിയിൽ ഈ ഐസയ്യാ 43:4 അനുസരിച്ച് കൊണ്ട് ബഹുമാന്യതനായി മാറും. പിന്നെന്താണ്? പ്രിയങ്കരനായി മാറും. പിന്നെന്താണ്? വിലപ്പെട്ടവൻ. ദൈവം വില കൽപ്പിക്കുന്നതായി മാറും. ദൈവം വില കൽപ്പിക്കുന്നതായി മാറണത് എങ്ങനെയാണ്? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ വിലയുള്ളവരായി മാറണത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ജോസഫ് ജോൺ ഡൽഹി കൂടി പോകുമ്പോൾ പഞ്ചാബുകാരെ കണ്ടു, ബർമ കോളനി കണ്ടു. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഈ ബർമീസിനോടും അതുപോലെ തന്നെ പഞ്ചാബീസിനോടും മറാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് പറയണമല്ലോ. അതാണ് വിഷയം. ഇതിവിടെ വെച്ചാണ് ട്വിസ്റ്റിങ് നടക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യരും ചില ഉടമ്പടിയുടെ അഭിഷിക്തരും തമ്മിൽ ഇങ്ങനെ വഴി പിരിയണ സ്ഥലവതാണ്. ഒരു പഞ്ചാബി കമ്മ്യൂണിറ്റിയെ കണ്ടപ്പോൾ ആ മനുഷ്യ തോന്നിയെന്താ? ഇവരോട് മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് പറയണം, സുവിശേഷത്തെ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്യും? പഞ്ചാബ് പത്രം സംഘടിപ്പിക്കും, കൃപാസനത്തിൻ്റെ. അതാ വിഷയം. ഈ ബർമ കമ്മ്യൂണിറ്റിയെ കണ്ടപ്പോൾ ഇംഗ്ലീഷ് പത്രം മേടിക്കും. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ്, അതായത് നിങ്ങളെ ലോകം മുഴുവനും പോകുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പം മറ്റ് ഭാഷക്കാർ, മലയാളികളല്ലാത്ത മറ്റ് ഭാഷക്കാരെ കാണുമ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആളാണെങ്കിൽ, ദൈവത്തിന് പ്രിയങ്കരനാണെങ്കിൽ, ദൈവം നമ്മളത് ചെയ്യുമെന്ന് കണ്ട പരിശുദ്ധാത്മ പറയും, അവർ ബർമീസാണ്, അവരോട് നിൻ്റെ മലയാളം പത്രം കൊണ്ട് കാര്യമൊന്നുമില്ല, നീ അവരോട് ഇംഗ്ലീഷ് വാങ്ങിച്ചു കൊടുക്കാൻ പറയും. ദൈവം നമ്മൾ ചെയ്യുമെന്നുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് പറയത്തുള്ളൂ. അതാണ് ഇതിൻ്റെ വിഷയം. ഇതൊരു ഗുരുതരമായ വിഷയമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയും. കാര്യം നമ്മൾ ചിലരോട് പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകളായിട്ട് സംസാരിച്ചിട്ടില്ല, ഇനി സംസാരിക്കത്തുമില്ല.
അതാണ് വിഷയം. ഒരു ഒപ്രീഷോയും മേടിച്ച് കവളത്തടിയും മേടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പാവത്തുങ്ങൾ, ഉപ്പ് ചാക്ക് പോലെ. പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റിയ ആളാണെന്ന് തോന്നണം. ഉള്ള കാര്യം എന്താ പ്രശ്നം വെച്ചാൽ, ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ലേബൽ പോലും മാറിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൻ്റെ മൂന്നാമാൾ. ക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പ് കർത്താവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവെന്നൊക്കെ പറഞ്ഞുള്ളത്. ക്രിസ്തുവിൻ്റെ കാലം വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം മാറി. പരിശുദ്ധാത്മാവിൻ്റെ ലേബൽ മൊത്തം മാറി. കണ്ടൻറ്റ് വൈസ് സെയിം ആണെങ്കിൽ ആപ്ലിക്കേഷൻസ് മാറി. ഇപ്പം നമ്മൾ പുതിയ ആപ്പുകളെല്ലാം ഉണ്ടാക്കണം ഓരോരോ കാര്യത്തിനും. ഇപ്പം ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ അവിടെ എന്നെ സുവിശേഷത്തിന് ശുശ്രൂഷയ്ക്ക് ധ്യാനത്തിന് വേണ്ടി വിളിച്ച ഒരു ബ്രദറ് കാനഡയിലെ ചില കായൽ തീരങ്ങളെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഒരു കോട്ടയത്തൊരു തോമസ് ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അത് കായൽ തീരത്താണ്. അപ്പോൾ തോമസ് ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ അവരുടെ വീടിൻ്റെ പുറകിൽ ഇങ്ങനെ കായലിൻ്റെ ഭംഗി കണ്ടങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറേ പക്ഷിക്കൂടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെയാണ് കാർഡിനൽസ് വരണമെന്ന് പറഞ്ഞ്, കാർഡിനൽസ് വരണത്. അപ്പോൾ ഞാനിവിടെ കർദിനാൾമാർ മരത്തേ വരാൻ പോടാ. അല്ല എന്താ പക്ഷേ കാനഡയിൽ കാർഡിനൽ പക്ഷികളുണ്ട്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. കാർഡിനൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ തലപ്പാവും അതുപോലെ തന്നെ മുഴുവൻ തൂവലും ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന, കണ്ണം ചെപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന ചുവപ്പ് നിറവാണ്. അതാണ് കാർഡിനൽ പക്ഷികൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ഞാൻ പറഞ്ഞു ഞാൻ കാർഡിനൽ പക്ഷിയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ്. ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളി ഉടനെ ഒരു ആപ്പ് അപ്ലോഡ് ചെയ്ത് പക്ഷികളാണ്. അപ്പോൾ ഉടനെ പുള്ളിയുടെ മൊബൈലിലേക്ക് ഒരു ആപ്പ് അപ്ലോഡ് ചെയ്ത് വെച്ചും പക്ഷികൾ എവിടെയെല്ലാം ഉണ്ടെന്ന് കാണിക്കുന്ന ആപ്പാണ്. ഈ പക്ഷി ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ടെന്ന് ഈ ആപ്പ് പറയും. അങ്ങനെ ഈ പക്ഷി മാത്രമല്ല, നമ്മൾ അടിച്ചു കൊടുക്കുന്ന എല്ലാ പക്ഷികളും അതിൻ്റെ കളർ എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, ഉടനെ സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം എന്നെ കാർഡിനൽ പക്ഷിയെ കാണിച്ചു തന്നു. അപ്പം ആപ്പ് അത്രയും ഡെവലപ്പഡായിരിക്കുകയാണ് ഇത് ദേവിക. ഇതുപോലെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വിളിക്കണം ദൈവത്തിൻ്റെ ആദ്യ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടോ കാച്ചിട്ട് എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവായിരുന്ന ആളാണ്. പിന്നെ ഇങ്ങോട്ട് എസക്കേലിൻ്റെ കാലം വരുമ്പോഴേ എസക്കേലിന് പറയും അസ്ഥികളുടെ താഴെ വരെ കർത്താവിനെ കൊണ്ടു നിർത്തി എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര ഇവ ജീവിക്കുമോ? ഞാൻ പറഞ്ഞു, കർത്താവെ അങ്ങേക്കറിയാമല്ലോ, എങ്കിൽ 4 വായ്ക്കളോട് നീ കൽപ്പിക്കുക. അപ്പോൾ എസക്കേൽ പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു, അസ്ഥികളെ നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അപ്പോൾ കിരികിര ശബ്ദത്തിലെ അസ്ഥികളെല്ലാം യോജിച്ച് ഒരു സൈന്യമായി നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? കർത്താവിൻ്റെ ആത്മാവ്. അതാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ഉൽപ്പത്തിയിൽ എസക്കേലിൽ വരുമ്പോൾ സൈന്യങ്ങളെ പുനഃക്രമീകരിക്കുന്ന ആത്മാവ് മാറി, പേര് മാറി, ആപ്ലിക്കേഷൻസ് മാറി. ആദ്യം ദൈവം ആകാശഭൂമി സൃഷ്ടിച്ച് ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആഴത്തിനും ഇത് അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ച് ഒരു ജീവൻ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ദൗത്യമാണ് ആദ്യ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത്. ഉണ്ടായ ജീവൻ വീണ്ടും ഫിസിക്കലായിട്ട് ഡിസ്റ്റോർട്ടായിപ്പോയി, മണ്ണോട് മണ്ണ് ചേർന്ന് തകർന്ന് തരിപ്പണമായ അതിനെ പുനഃക്രമീകരിക്കുന്ന ആപ്ലിക്കേഷൻസാണ് പിന്നെന്താണ് കർത്താവിൻ്റെ ആത്മാവ്. ഇനി തിരിച്ച് മാതാവിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആപ്ലിക്കേഷൻ വീണ്ടും ചേഞ്ച് ചെയ്യും. എന്താ പറയണത്? സംഭവം ഒന്ന് തന്നെ, ഫീച്ചേഴ്സ് മാറും. എന്താ വന്നിരിക്കണത്? അതായത് അമ്മ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴേ എനിക്കതിനെക്കുറിച്ച് ഐ ഹാവ് നോ ഐഡിയ. ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പറഞ്ഞത് തന്നെയാണ് അമ്മ ഇപ്പോഴും പറയണത്. ഉൽപ്പത്തി പറയുമ്പോൾ ഉൽപ്പത്തിയിലും പറഞ്ഞത് എന്താണ്? ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. അപ്പം ഭൂമി രൂപരഹിതമാകുമ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുമ്പോഴും വെള്ളത്തിന് മീതെ കർത്താവിൻ്റെ ആത്മാവ് ചലിക്കുന്നു. ഇവിടെയും കേസ് കേട്ടത് തന്നെയാണ്. അമ്മ പറയും, എനിക്കൊരു
രൂപവുമില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല, അതാണ് എനിക്കൊരു രൂപവുമില്ലല്ലോ. ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് രൂപമില്ലെന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് മനുഷ്യനെ കേവല മനുഷ്യനെ ഉണ്ടാക്കിയാൽ പോരാ. ഈ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് സ്വയം കുരിശിൽ ഏൽപ്പിക്കപ്പെട്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആന്തരികമായ രക്ഷാകരമായ ദൗത്യം പേറുന്നതാണ്. രക്ഷാകരമായ ദൗത്യം പേടി മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള അവതാരമാണ് ഇനി വരാൻ പോണത്. അതിനെ എന്ത് ചെയ്യണം? അതിന് ആ പഴയ ദൈവത്തിൻ്റെ ആത്മാവും ആ ദൗത്യം പോരാ. പിന്നെന്താണ്? പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ മാറി. അവിടെ എന്താ എക്സ്ട്രാ വന്നിരിക്കണം? അവിടെ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോഴേ ഈ ആത്മാവിൻ്റെ തിന്മ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതാ വിഷയം. അശുദ്ധമായ ഒരു സാഹചര്യത്തിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇത് മുന്തിയ നിലവാരമുള്ള വലിയ രക്ഷാകര ഓപ്പറേഷന് വേണ്ടി ദൈവത്തിൻ്റെ ദാനമായിട്ട് വരണതാണ്. അതുകൊണ്ട് എന്തു ചെയ്യും? അശുദ്ധാത്മാവ് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പാപത്തിന് പരിഹാരമായിട്ടല്ലേ ഈശോ വരണത്. അപ്പം അശുദ്ധാത്മാവിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തിൽ കർത്താവിൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കണം. അത് മിഷൻ ബേസിൽ വിളിക്കണതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അപ്ഡേഷൻസ് വരണം. പരിശുദ്ധാത്മാവിൻ്റെ അപ്ഡേഷൻസ് വരുമ്പോൾ നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു, ഐ ആം സോ ഹാപ്പി. പക്ഷെ നിങ്ങൾ വിശുദ്ധിയോടെ പ്രവർത്തിക്കാൻ വേണ്ടി, അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വെല്ലുവിളി. ഉടമ്പടി. കാര്യം ഉടമ്പടിയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. കാര്യം എന്താണ്? ഉടമ്പടി വിശുദ്ധനായ പരമപരിശുദ്ധനായ ദൈവവുമായിട്ടുള്ള ബൈലാറ്ററൽ എഗ്രിമെൻറ്റാണ്. ദൈവമായിട്ട് വരുന്ന ഒരു എഗ്രിമെൻറ്റാണ്. ഉഭയകക്ഷി ഒരു കരാറായിട്ട് വരണതാണ്. അപ്പോഴെന്താണ് അതിൻ്റെ അകത്ത് പ്രീറിക്വസിസ്റ്റ് എൻ്റെ ഡിമാൻഡ് എന്താണ്? ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 5:48. മത്തായി 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതായത് ബി ഹോളി ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് ഹോളി. ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന, ഒരേ നിലപാടിൽ പോകുന്ന ദൈവത്തിൻ്റെ നമ്മളോടുള്ള ഡിമാൻഡ്സാണ് വരണത്. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ ഉടമ്പടി തന്നെ എബ്രാഹത്തിനോട് പറയും, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെ എന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഉടമ്പടി ബേസിക് നോളജിൽ ആ 17:1 വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതികടെ. ഹല്ലേലൂയ, അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതെൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ചോദിക്കുക, ഈ കുറ്റമറ്റവളായ നമുക്ക് മനുഷ്യനായ തെറ്റ് ചെയ്തിട്ടില്ലേ ചോദിക്കും. ഇത് ഒരു പ്രാഥമിക നടപടിയാണ്. എന്നുവെച്ചാൽ നമ്മളെ പാപകരമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ്. നിങ്ങളെ വിശുദ്ധമായൊരു മനുഷ്യ കൂടെയാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ജെറമിയ പറയും, ഞാൻ പാപിയാണ്, എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപികളുടെ കൂടെയാണ് ഞാൻ ജീവിക്കണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 6:5. ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം,
ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ സമയം അൾത്താരയിൽ നിന്ന് ഒരു കൊടില് കൊണ്ടൊരു കനല് കൊണ്ടുവന്ന് ഈ യേശയ്യാവിൻ്റെ നാവിൽ വെക്കുന്നുണ്ട്. Take that portion. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 6:6. യെശയ്യാ 6:6. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു. എന്ന് പറഞ്ഞ നിന്റെ മാലിന്യം നീക്കപ്പെട്ടു. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിഷയം വെച്ചാൽ ഈ ഐസയ എങ്ങനെയാണ് പാപവിമുക്തനാകണത്? അദ്ദേഹം അത് അസൈൻ ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ പാപിയാണ്, പാപികളുടെ കൂടെയാണ് താമസിക്കണത്. അപ്പോൾ ദൈവം ഒരു കനൽ കൊണ്ടുവന്ന് എൻ്റെ നാവിൽ തൊടും. എന്നിട്ട് പറയും, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാപത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പാപത്തെയാണ് ടാർഗറ്റ് ചെയ്യണത്. ദാറ്റ് ഷുഡ് നോട്ട്. പാപത്തെ ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, പാപത്തെ അല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഒരു പാപകരമായ സാഹചര്യം ജീവിക്കുന്നത് ഇപ്പോൾ ഉണ്ട്. ഇപ്പം തന്നെ ജെറമിയായോടും പറയണത് എന്താണ്? ജെറമിയായും പറയണത് ഇത് തന്നെയാണ്. കർത്താവിൻ്റെ ദർശനം എനിക്കുണ്ടായി, കർത്താവിൻ്റെ നാവിൽ തൊട്ടു, പിഴുതെറിയാൻ, ഇടിച്ച് തകർക്കാൻ. ടേക്ക് ദ ബിഡ് ഓഫ് ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജെറമിയ 1-7 മുതലുള്ള തിരുവചനങ്ങൾ. ജെറമിയ 1:7. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ഐസയായിൽ എന്താണ് നാവിൽ കൊണ്ടുവന്ന് വെച്ചത്? കനല്. ജെറമിയാൽ എന്താ കൊണ്ടുവന്ന് വെച്ചത്? വചനം. അപ്പോൾ ഐസയാലും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്താണ്? വചനമാണ്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ, നമ്മുടെ പാപത്തെയാണ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണത്, പാപത്തെ അല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. എന്താണ്? പാപത്തെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ വചനത്തെ ടാർഗറ്റ് ചെയ്യണം, നിങ്ങൾ വിശുദ്ധനാകണമെങ്കിൽ. അതാണ് കർത്താവ് 15:3 പറയണത്. യോഹന്നാൻ, ടേക്ക് ദ ബിഡ് ഓഫ് ഗോഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അതായത് നമ്മൾ ഉടമ്പടി എപ്പോഴും അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രൈമറി ഇഫക്റ്റ് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ
കർത്താവിൻ്റെ വചനം പോലെ അനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കുക. കർത്താവിൻ്റെ വചനത്തിലല്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കാതിരിക്കുക. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധരായി മാറുകയാണ്. ഇതാണ് ഈ കനൽ കൊണ്ടുവന്ന് നാവി വെക്കുന്നതും കൈകൊണ്ട് നാവിയെ തൊടണതും എല്ലാം വന്നിരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യൻ ഉടമ്പടിയിലൂടെ വചനാത്മകമായി ജീവിതം പുനഃക്രമീകരിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ വിശുദ്ധനായി തീരുന്ന. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ? നമ്മൾ എപ്പോഴും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യണത് പാപത്തെയാണ്. ഇപ്പം നിങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത്? പാപത്തെ അല്ല ലക്ഷ്യം വെക്കേണ്ടത്. പിന്നെ എന്തിനാണ്? വചനത്തെ എക്സിക്യൂട്ട് ചെയ്യാനാണ്, നടപ്പിൽ വരുത്താനാണ് ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാപം നിർവീര്യമാകുകയോ മാഞ്ഞു പോവുകയോ ചെയ്യും. അതാണ് എൻ്റെ, അതായത് അപ്പോഴേ വരണ എന്ത് വിഷയം വെച്ചാൽ നമ്മളെ വചനത്തെ നമ്മൾ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കണത്? നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകളെ മാനിക്കുക. ദൈവത്തെ വാക്കുകളെ നമ്മൾ മാനിക്കുന്നതനുസരിച്ച് പിന്നീട് എന്നെ കർത്താവിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയണത്, എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കും. പിന്നെ അതുപോലെ തന്നെ എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. ഇത് ഇങ്ങനെ എല്ലായിടത്തും റെക്കോർഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. ഞാൻ നിങ്ങൾ പറയണത്, നീ എനിക്ക് ബഹുമാന്യതനും പ്രിയങ്കരനും യോഗ്യനുമായി മാറുന്നതിന് ആദ്യ നടപടി നമ്മൾ വചനത്തെ ബഹുമാനിച്ചുകൊണ്ട് ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധിയിലേക്ക്, നമ്മൾ പാപത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് വിഷയം. നിങ്ങൾ വചനത്തെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരാൻ പോണ വിഷയം പാപ സാഹചര്യങ്ങളും ദൈവം നിങ്ങളെ സംരക്ഷിക്കും. നമ്മൾ മനസ്താപ്രകടനത്തിൽ പറയുന്നില്ലേ എന്താണ്? പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്ന്. മേരി പാപം ചെയ്യില്ലെന്ന്. പാപ സാഹചര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണമല്ല ശരിക്കും സംഭവിക്കേണ്ടത്. പാപ സാഹചര്യങ്ങളെ ദൈവം നമ്മളിൽ നിന്ന് മാറ്റും. കാര്യം എന്താണ്? നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക്, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം. റോമ 4:8. റോമ 4:8. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വാക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ പാപത്തെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പാപം ഒഴിവാക്കിക്കൊണ്ട് പാപത്തെ മനസ്തപിക്കുകയോ ചെയ്യുന്നതിനേക്കാളും നമ്മൾ മാനസാന്തരം എന്നൊക്കെ പറയുന്ന മനസ്താപത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായി ജീവിക്കാൻ വേണ്ടി പ്രാധാന്യം കൊടുക്കണം. നമ്മൾ പാപത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുമ്പസാരിക്കാരൊക്കെ വരുമ്പോൾ നിങ്ങൾ പാപത്തെ അല്ല ടാർഗറ്റ് ചെയ്യണത്. അത് ഒമിഷൻസും കമ്മീഷൻസൊക്കെ അല്ലേ പറയണത്. ചെയ്ത കാര്യങ്ങളും ഉപേക്ഷ കൊണ്ടൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അതനുസരിച്ച് നിങ്ങളതിനെ പാപത്തെയാണ് അതിൻ്റെ അത് ലക്ഷ്യം വെക്കണത്, അതിനെ ടാർഗറ്റിൽ വെക്കണത്. പക്ഷേ അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞാൽ ആരോഗ്യപരമായ ആത്മീയത ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആരോഗ്യപരമായ ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളുള്ള ആത്മബന്ധത്തിൻ്റെ വിഷയമാണ്. ആത്മബന്ധത്തിൻ്റെ നെറ്റിഫെറ്റിൽ ദൈവം നൽകുന്ന പ്രസ്താവനയാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് പ്രിയങ്കരിയാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് യോഗ്യനാണെന്ന് പറയണത്. അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ്? ദൈവത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആധ്യാത്മികത പുനഃക്രമീകരിക്കണം. ഇപ്പോൾ ജോസഫ് ജോണിൻ്റെ ഇത് ഞാൻ ഇത്രയും തിയറട്ടിക്കലായിട്ട് പറയുമ്പോൾ ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ജോസഫ് ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ദൈവത്തോടുള്ള ബഹുമാനവും സ്നേഹവും. കാരണം അദ്ദേഹം പറഞ്ഞ് എൻ്റെ ആദ്യം കിട്ടിയ ജോലി നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ നിൽക്കേണ്ടി വന്ന, ആദ്യം കിട്ടിയ ജോലി നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ നിൽക്കേണ്ടി, ഒരു വർഷം വീട്ടിൽ നിൽക്കേണ്ടി വന്ന്. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് ആ സമയത്ത് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു ദിവസം വന്ന്. കാര്യം വൈഫ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ
ആ കുഞ്ഞിന് അതിന് പ്രഗ്നൻ്റായ സമയത്ത് വൈഫ് ടെസ്റ്റിന് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചങ്കലച്ചു പോയി. അതൊക്കെ അന്ന് വൈകുന്നേരമാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഓക്കെ, 2 സംഭവം ഒരുമിച്ച് വന്ന് ഹിറ്റ് ചെയ്യണ ഒരു മനുഷ്യൻ്റെ ഇവിടെ എങ്ങനെ സഹിക്കും? 6 മാസമുള്ള കുഞ്ഞിനെ ഗർഭവതിയായ ഭാര്യ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം. അന്ന് അതിൻ്റെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജോലി പോയത്. അപ്പോൾ ഈ രണ്ട് തകർച്ച ഒരുമിച്ചൊരു മനുഷ്യൻ ഹിറ്റ് ചെയ്യേ. അപ്പം നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അതാണൊരു ചോദ്യം. ഉടമ്പടിത്തിരിയും പച്ചത്തിരിയും നീലത്തിരിയും ഞാൻ ചില വീടുകളിലൊക്കെ സന്ദർഭവശ കയറി ചെല്ലുമ്പോൾ 2 തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കക്ഷികൾ എന്ത് ചെയ്യുന്നറിയാമോ? ചിലർ 2 തിരിയും ഒരുമിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങളുടെ കയ്യിൽ ദൈവത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റാൻ വേണ്ടി, ദൈവത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് 2 തിരി ഒപ്പം കത്തിക്കണത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കണേ, ഉടമ്പടി മുഴുവൻ സംഭവിക്കുന്നത് തിരി കത്തിച്ച് പ്രാർത്ഥിക്കണതിലാണ്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ ഉടമ്പടി എടുത്താൽ തന്നെ അപകടമാണ് ശരിക്കും. കാര്യം ആത്മീയതയെക്കുറിച്ച് ഒരു ഗന്ധമില്ല, ചുമ്മാ പ്രാർത്ഥനാ ജീവികളാണ് ഇങ്ങനെ ചെയ്യണത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ ജോസഫ് ജോൺ എന്താ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നറിയാവോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയി നല്ലവണ്ണം കുമ്പസാരിച്ചെന്ന് പറഞ്ഞു. അതാ ഒരു ആത്മീയത എന്നെ വരവ് കണ്ടില്ലേ? അല്ല, ഞാൻ നിരാശപ്പെട്ട് വീട്ടിൽ കിടക്കുകയാണ്. ചില ആൾക്കാർ പറയും, ഞാൻ ഇന്ന് പ്രത്യക്ഷ പ്രാർത്ഥന, ഇന്ന് ഞാൻ താമസിച്ചു പോയി. എന്താണ്? ഇന്നലെ എൻ്റെ ജോലി പോയെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ 9 മണിയായിരുന്നു. എന്നാത്തിൽ എഴുന്നേക്കാനാണ്. പകൽ കാണുമ്പോൾ പേടി വരും. കാര്യം ജോലി ഇല്ലാത്തൊരു ദിവസം എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കണത്? അപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആ ജീവിതത്തിൽ വരണത്. ഇപ്പം നമ്മുടെ ജോലി പോയി, ഇപ്പം നമ്മൾ സങ്കടപ്പെട്ട് പോയി കിടന്നുറങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം മറന്നുപോയി. എഴുന്നേറ്റപ്പോൾ 8 മണിയായി. അപ്പോൾ എന്താണ് നീ ഇന്ന് കിടന്നുറങ്ങിയത്? അത് ഇന്നലെ ജോലി പോയി. എന്ത് പറയാനാണ്? അപ്പോൾ അമ്മ പറയും, എടി പ്രാർത്ഥിക്കുന്നതോട് നമുക്ക് കുരിശുണ്ടാകും. ആര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുരിശുണ്ടാകുമെന്ന്? ഇങ്ങനെ കുറേ അലബലാദികൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിൽപ്പുണ്ട്. പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ആർക്കും കുരിശുണ്ടാകത്തില്ല. പ്രാർത്ഥനയും കുരിശും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് അധികം അടുക്കരുത്. അധികം അടുത്താൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ കീപ്പ് എ ഡിസ്റ്റൻസ്. നമ്മൾ അധികം ഭക്തിയും പ്രാർത്ഥനയും കാണിച്ചാൽ ചിലപ്പോൾ കുരിശ് കൊണ്ട് മാറത്തില്ല വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ദൈവത്തിന് നമസ്കാരം, നിനക്ക് ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതിയും പറഞ്ഞ് നിൽക്കേണ്ടത് ദൈവമായിട്ട്. അടുപ്പമില്ല. അതുമല്ല പ്രശ്നം. നീ ആണുങ്ങൾ ആധ്യാത്മികമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഞാൻ പോയി കുമ്പസാരിച്ചു. ഒരു ദിവസം ഉപവസിച്ചതിന് ശേഷം പോയി കുമ്പസാരിച്ചു. ജോലി പോയല്ലോ. അപ്പോൾ ആൾ പറയണത്, ഇനി ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാമല്ലോ എനിക്ക്. അതാണ് വിഷയമേ. അയാൾ പരിശുദ്ധാത്മ അയാളോട് പറഞ്ഞു. അയാളുടെ പ്രശ്നം, അമ്മ വീട്ടിൽ കടമായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു ധാരണ വന്നു, ഈ വീട്ടിലെ പ്രശ്നത്തിന് മുഴുവൻ കാരണം അമ്മയാണെന്ന്. അപ്പം അമ്മയോട് എനിക്ക് പുച്ഛമായിരുന്നു. ഈ കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും. നിങ്ങൾക്ക് കാശില്ലാതെ വരുമ്പോഴും ജോലി ഇല്ലാതെ വരുമ്പോഴും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെങ്കിൽ പ്രശ്നത്തിൻ്റെ കാരണം എന്താ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് അമ്മയെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായി. എന്താണ്? അമ്മയാണ് ഈ വീട്ടിലെ പ്രശ്നത്തിന് മുഴുവനും കാരണമെന്ന്. അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നാൽ എന്തു ചെയ്യും? അമ്മ അല്ലല്ല പ്രശ്നത്തിന് ധാരണ. സംഭവം ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ഇതെല്ലാം ഈ ചേട്ടൻ്റെ അനിയൻ്റെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ശമ്പളത്തിൽ നമ്മൾ ജീവിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ തിക്കുമുട്ടൽ അനുഭവിക്കുന്ന ആരായിരിക്കും? അമ്മമാരായിരിക്കും. കാര്യം 2 മക്കളായിരിക്കുമല്ല. അപ്പോൾ ഉണ്ടാകുമ്പോൾ അപ്പം നമ്മൾ പറഞ്ഞ തെറ്റിദ്ധാരണ ഒരു അമ്മയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കണത്. അപ്പോൾ അമ്മയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ധാരണയപ്പോൾ പരിശുദ്ധാത്മ എന്നെ പറഞ്ഞു, അമ്മയൊന്നുമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, നിൻ്റെ തെറ്റിദ്ധാരണയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം നീ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് നീ മാറണം. നമ്മൾ ദൈവത്തിലേക്ക് വിശുദ്ധീകരിക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരണ മേഖലകൾ ദൈവം നമുക്ക് കാണിച്ചു തരും. ഉടമ്പടിയുടെ ഓരോരോ ഭാഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. പിന്നെ എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ടായി. എന്താ കാര്യം? കുഞ്ഞുങ്ങൾ കൂടിയ പ്രൊഫഷൻ നടക്കത്തില്ലെന്ന്. 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയില്ലേ, അതിന് ഓട്ടിസമാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ തലയിലുണ്ടായിരുന്ന ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത് പിള്ളേർ കൂടിയ ജോലി നടക്കത്തില്ല. അപ്പോൾ എന്തു ചെയ്യണം? പിള്ളേർ കുറയണം. വെറുതെ കുഞ്ഞുങ്ങളെ. അപ്പോൾ 2ാമത്തെ കുഞ്ഞ് ജനിച്ചതിൻ്റെ പിന്നിൽ
ഇവന് ആ കുഞ്ഞിനോട് എൻ്റെ ജോലി പോയല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ കുടുംബം ജോലി കിട്ടാൻ ജോലിയുമായിട്ട് ആണ് അതിനെ കണക്ട് ചെയ്യണത്. അതുകൊണ്ട് നമ്മുടെ പ്രൊഫഷന് കൃത്യസമയത്ത് പോകണം. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പല അമ്മമാർക്കും അറിയാം, 1 വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ വളർത്തിയെടുത്താൽ നമുക്ക് ആ കാലത്ത് മുഴുവൻ പ്രശ്നം എല്ലാവരോടും നമ്മൾ വഴക്കുണ്ടാക്കണത്, അമ്മ നോക്കിയില്ല, നാത്തും നോക്കിയില്ല, കൊച്ചു കിടന്ന് കരഞ്ഞ്, അപ്പം ഞാൻ എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നിനക്ക് ആരെങ്കിലും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ 100,000 കംപ്ലൈൻ്റ് ആയിരിക്കും ഈ ഒരു കൊച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ 2 കൊല്ലത്തിനുള്ളിൽ ഒന്നെങ്കിൽ നീ പിശാചായിട്ട് മാറും, അല്ലെങ്കിൽ നീ മാലാഖിയായിട്ട് മാറും. കാര്യം നല്ല ദൈവമായിട്ട് ജീവിച്ചില്ല എന്നെങ്കിൽ ഇപ്പം പരിശുദ്ധമായി തിരുത്തുകയാണ് ഇവനെ. എന്താ പറഞ്ഞ് തിരുത്തണത്? കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ ജോലി പോകും, അതുകൊണ്ട് ജോലിയെ സ്നേഹിക്കുന്നവൻ കുഞ്ഞുങ്ങളധികം ജനിപ്പിക്കത്തില്ല എന്നൊരു ധാരണയാൽ, അത് ദൈവത്തിൻ്റെ ധാരണ അല്ലല്ലോ അത്. ഈ ധാരണ മനസ്സിലുണ്ട്. ഈ ധാരണ മനസ്സിലുണ്ടെങ്കിൽ ദൈവം വർക്കൗട്ട് ചെയ്യത്തില്ല, പരിശുദ്ധാത്മ വർക്കൗട്ട് ചെയ്യത്തില്ല. പരിശുദ്ധാത്മ പറഞ്ഞു ഈ ധാരണ തെറ്റാണ്, എന്നിട്ട് നീ അത് റെക്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഈ 2 തെറ്റിദ്ധാരണകളും അത് കർത്താവിനോട് പറഞ്ഞു. അതിൽ നിന്ന് റെമിറ്റൻസ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അന്നൊരു ഇൻ്റർവ്യൂ കോൾ വന്ന്. അപ്പോൾ ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ അതൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. ഓൺലൈൻ ഇൻ്റർവ്യൂ കോള് വന്ന് പുള്ളി ആ ഫോൺ അറ്റൻഡ് ചെയ്ത്, ഫോണിലാണ് ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ അതുപോലെ ഈ ജോലി പോയാൽ തീർന്ന്, പിന്നെ നമുക്കൊന്നും കയറിപ്പറ്റാൻ പറ്റത്തില്ല. അപ്പോഴുണ്ട് നരകം പിടിക്കാൻ ആ മൂത്ത കൊച്ച് അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു, അത് എന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ദേഷ്യം. കാര്യം ഈ പ്രൊഫഷൻ കുട്ടികളാണല്ലോ ഈ പ്രൊഫഷൻ നശിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, പക്ഷേ എന്നാലും ഞാനത് പറഞ്ഞ കേസല്ലേ. അപ്പം ഞാൻ ഇനി ആ ധാരണ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇൻ്റർവ്യൂ ആ കുഞ്ഞ് വൈഫ് കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തൊട്ടിൽ കിടന്ന് ആ മൂത്ത കുഞ്ഞിനെ ഞാൻ എടുത്ത് നെഞ്ചത്ത് വെച്ച്, ഒരു കൈ കൊണ്ട് നെഞ്ചത്ത് വെച്ച്, ആ കൊച്ചിരുന്നതിൻ്റെ മുമ്പിൽ നിന്നെ കരകയാണ്. ഞാൻ എന്നിട്ട് ഫോണിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന്. അപ്പോഴേ ഞാൻ വിചാരിച്ചു കൊച്ചുകാരനെ എൻ്റെ ജോലി പോയെന്ന്. കാര്യം അവർ കേൾക്കണത് ഉത്തരവല്ലേ കേൾക്കണം, കൊച്ചിൻ്റെ കരച്ചിലാണ് കമ്പനിക്കാർ കേൾക്കണത്. ഇവനെന്താണ് വീട്ടിൽ കുസ്മാണ്ടമാണെന്ന് അവർ ചിന്തിക്കും. ഇവനൊക്കെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ വീട്ടും കൊച്ചുമായിട്ട് അടക്കേ ഉള്ളതെന്ന് വിചാരിക്കും. കോർപ്പറേറ്റുകൾ ഇങ്ങനെയുള്ള ജോലിക്കാരൊന്നും എടുക്കത്തില്ല, അതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് ഈ ജോലി പോയെന്ന് വിചാരിക്കും. അപ്പോഴേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രി ഇവൻ സെലക്റ്റായി. അപ്പോഴാണ് പുള്ളിക്കാരന് സങ്കടം വന്ന്. എന്താ കാര്യം? കൊച്ച് ആണല്ല ജോലി കളയണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എന്താണ് ഉടമ്പടിയിൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസാണ്. അത് പുള്ളി പറയുന്നുണ്ട്, അത് കറക്റ്റായിട്ട്. അതാണ് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഉടമ്പടി വളരെ നിശ്ചിതമായിട്ട് ജീവിക്കുന്നവർ, ഉടമ്പടിയെ ഹരിച്ചും ഗുണിച്ചുമാണ് ജീവിതത്തിൻ്റെ അതിനകത്ത് നീക്കണം. അവർ പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. കാര്യം എന്താ? കുഞ്ഞ് കരഞ്ഞു, അപ്പനെന്ന രീതിയിൽ ഞാൻ എടുത്ത് തോളത്തിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിലവിളിച്ചു, പക്ഷേ കുഞ്ഞ് ഉറങ്ങിപ്പോയി. പക്ഷേ അമ്മ അതൊരു ഡീമെറിറ്റായിട്ട് കമ്പനിക്ക് തോന്നിച്ചില്ല. എൻ്റെ ജോലി ആ ഒരു ഡീമെറിറ്റ് ഉള്ളപ്പോൾ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ, കർത്താവിൻ്റെ കൃപയിൽ ആ ജോലി എനിക്ക് തന്നു. എൻ്റെ ദൈവത്തിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിഷയത്തിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങളെ ഈ വസ്തുക്കളെയോ വ്യക്തികളെയോ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈഫിനെ റീമോൾഡ് ചെയ്യരുത്. മറിച്ച് എല്ലായിടത്തും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ബഹുമാന്യനാക്കുന്ന, നിന്നെ പ്രിയങ്കരിയാക്കുന്ന ദൈവത്തിനെയാണ് ഇതിൻ്റെ അകത്ത് 1ാം സ്ഥാനം കൊടുത്ത് വേണം നമ്മൾ ഈ വിഷയം ചെയ്യാൻ. നിങ്ങൾക്ക് ഈ സാക്ഷ്യത്തിൻ്റെ വേറൊരു രസമുണ്ടായത്. ഈ സാക്ഷ്യത്തിൽ വേറെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ജോൺസൺ ജോസഫ്, അതായത് ഇയാൾ ഒരു ദിവസം കംപ്ലീറ്റ് ചാലഞ്ച് ഉണ്ടായി. ഡൽഹിയിൽ തണുപ്പ് കൂടി. ഇപ്പോൾ ചില സമയത്ത് 6 വരെ വരും. രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ 1 വരും. ഇവിടെ 55 സെൻറ്റിഗ്രേഡ് എന്നൊക്കെ പറയുമ്പോൾ അത് തണുത്ത് 6 വരും. അപ്പോൾ ഇങ്ങനെ കുറേ പ്രായമുള്ള ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകും. ചിലപ്പോൾ അതിനുള്ള ചൂടൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വീട്ടിലുള്ളവർ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ പാവപ്പെട്ടവർക്ക് കംപ്ലീറ്റ് ചലഞ്ച് വന്ന് ഏതോ ഒരു സംഘടന പാവപ്പെട്ടവർക്ക് കമ്പിളി മേടിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ അവർ ചിലർ കമ്പിളി കൊടുത്താൽ ചിലപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർ ഈ നല്ല തണുപ്പ് വരുമ്പോൾ ഒരു കമ്പിളി ഇല്ലാത്തവരുണ്ട്.
ആ കമ്പിളി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നതിനേക്കാൾ നന്നായിട്ട് അവർ സർവൈവ് ചെയ്യും. അപ്പോൾ ഈ ജോസഫ് ജോൺ ആ വഴിക്ക് പോകുമ്പോഴാണ് കമ്പിളി ചാലഞ്ച് കേൾക്കണത്. ഉടനെ അയാളും കുറേ കമ്പിളി വാങ്ങിച്ചു കൊടുത്ത് പൈസയ്ക്ക്. അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ട്. എന്താണ്? കുറേ പൊക്കമുള്ളൊരു ബിൽഡിങ്, അതിൽ ഈ മനുഷ്യൻ എക്സലേറ്ററെ കൂടി കടന്നു പോകുന്നു. എക്സലേറ്റർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിൽ കൂടി കയറി അതിൻ്റെ പല നിലകളിലേക്ക് പോകുന്നു. അതൊരു സ്വപ്നമാണ്. പക്ഷേ പിറ്റേ ദിവസമാണ് കമ്പനിയുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് ആ ഇൻ്റർവ്യൂവിന് ഇവനെ സെലക്ട് ചെയ്തിട്ട് ഇവൻ ചെല്ലുമ്പോൾ ഇവൻ സ്വപ്നത്തിൽ കണ്ട കമ്പനിയും അതിൻ്റെ ലിഫ്റ്റുമാണ് ഇവന് ജോലി കിട്ടിയിരിക്കണത്. ഉടമ്പടി വളരെ മഹാസംഭവമാണ്. പക്ഷേ എന്താ പ്രശ്നം? ഇതുപോലെ ഇതിനകത്ത് വൃത്തിമെനയുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരുണ്ടാകണം. അതായത് കർത്താവിൻ്റെ ഇപ്പം എന്താ ഒരു കമ്പിളി ചാലഞ്ച് വന്നപ്പോൾ അവിടെ ഇനി നിനക്കൊക്കെ വേണ്ട, ഞാനീ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോരാ. ഞാൻ കുറേ വേറെ ജോലി ചെയ്യുന്നുണ്ട്, എനിക്കിവിടെ ചെയ്യേണ്ട കാര്യമില്ല എന്നറിയാം. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞതിന് തുല്യമായിട്ട് നമ്മൾ ആ കമ്പിളി ചാലഞ്ചിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ദൈവദൃശ്യനിൽ നമ്മൾ ബഹുമാന്യനായി, നമ്മൾ പ്രിയങ്കരനായി. അതാണ് വിഷയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് എൻ്റെ മക്കളെ ഉടമ്പടി എന്തിനെടുത്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ പാടുള്ളൂ. എന്തിനാണ്? ദൈവദൃശ്യനിധിയിൽ ബഹുമാന്യനാകാൻ, ബഹുമാന്യതയാകാൻ, പിന്നെ പ്രിയങ്കരനാകാൻ. അതിനെന്നാ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ മാനിക്കണം. കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ മാനിക്കുമ്പോൾ ദൈവദൃശ്യനിൽ നമ്മൾ മാനിക്കപ്പെടും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Aradhana, Aradhana, Yesu, Aradhana, 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 Yesu, Aradhana. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയ, ഈ വചന ശുശ്രൂഷ എന്ന് പറയണത് എപ്പോഴും വചനം ഇങ്ങനെ അടച്ച ഒരു ചെപ്പ് പോലെയാണ്, സീൽഡാണ്. ഈ സീൽഡ് എന്ന് പറയുമ്പോൾ ഈ സീൽഡ് ഓപ്പൺ ചെയ്യണം. വചനപ്രഘോഷത്തിൽ സംഭവിക്കുന്നത് ആ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ശരിക്കും പറയുന്നുണ്ട് മുദ്ര പൊട്ടിക്കുമെന്ന്. മുദ്ര പൊട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾക്ക് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ച് തരും. ഇപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇപ്പം ഐസയാ 43:4 നീ എനിക്ക് ബഹുമാന്യതിനും പ്രിയങ്കരനും പ്രിയപ്പെട്ടവനുമാണ്. അപ്പോൾ നീ എനിക്ക് ബഹുമാന്യനാകണത് എങ്ങനെയാണെന്നാണ് ഇപ്പോഴും യോഹന്നാൻ പറയണത്. എങ്ങനെയാണ്? എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അപ്പം ശുശ്രൂഷയോടെയാണ് ഈ ബഹുമാനം കിട്ടുകയാണ്, അല്ലാതെ തച്ചനിരുന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ദൈവത്തിന് വേണ്ടി ഒരു ജോലിയും ചെയ്യത്തില്ല. ആധ്യാത്മികത മുഴുവനും ഇങ്ങനെ പ്രാർത്ഥനയാക്കി മാറ്റും. എന്നിട്ട് പിശാചിനെ പോലെ ജീവിക്കുകയും ചെയ്യും. ഇവിടെയാണ് സംഭവിച്ചത്. ഇപ്പം ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവരഹസ്യങ്ങൾ എന്താണ്? ഈശോ ഒരു വാക്ക് പറയുവേ, എന്നെ സ്നേഹിക്കുന്ന ഈ പിതാവ് ബഹുമാനിക്കും. അതുപോലെ തന്നെ ഈശ്വര വാക്ക് പറയും, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പം ദൈവികമായ വെളിപാടുകൾ നടക്കുന്നതും പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് എപ്പോഴും ഞാൻ പറയും
ഉടമ്പടി എടുക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത്? എന്തിനാണ്? ദൈവത്തെ ഉപരി സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾ ചില ആൾക്കാരോട് ക്ഷമിക്കത്തില്ലേ? നമുക്ക് ഈ ജന്മത്ത് ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഈ ജന്മത്ത് അവർ നമ്മളോട് ചെയ്തിരിക്കുന്ന അത്തരം പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ഈ ജന്മത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്നു നമ്മൾ അവരോട് ഇടപെടാതിരിക്കുന്നത് തന്നെ ഒരു പുണ്യമാണ്, നമ്മൾ ചെയ്യണ നീതിയാണ്. പക്ഷേ സുവിശേഷം പറയും നീ ചെയ്യണ നീതി അല്ല. എന്താ കാര്യം? നിന്നോട് പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനാണ് പറയണത്. അതായത് ഒരു കപട സദാചാരമോ കപട ആധ്യാത്മികതയോ ക്രിസ്ത്യാനിറ്റി വിലപ്പോകത്തില്ല. എന്തെങ്കിലും കുറച്ച് ആചാരങ്ങൾ കൊണ്ട് സ്വർഗത്തെ അടിച്ചു മാറ്റാനും പറ്റത്തില്ല. സുവിശേഷം എന്ന് പറയുന്നത് നമ്മളെ സത്യസന്ധമായ, അതുകൊണ്ട് നമ്മളെ സത്യവചനം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ആ വചനം പാലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു തരത്തിലുള്ള മനസ്സിരിപ്പിന് യാതൊരു പ്രസക്തിയുമില്ല. നമുക്ക് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് കൂട്ടായ്മകളെ, ഇപ്പം ഞായറാഴ്ച കുർബാന കൂട്ടായ്മ, അവർ നിങ്ങൾ തന്നെ പെരുമാറുന്ന ഇടങ്ങൾ ഒരു അവിശുദ്ധമായ ഇടമാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തല ഊരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരവിശുദ്ധ എപ്പോഴും ആൾക്കാരുടെ കുറ്റവും കുറവും തന്നെ പറയും. അവിടെ പോയി നിങ്ങൾ ചാരി നിന്നിട്ട് അവിടെ പ്രീതിക്ക് വേണ്ടി അത് അംഗീകരിച്ച് കൊടുക്കരുത്, മിണ്ടാതിരുന്നാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എപ്പോഴും പാപത്തിനെക്കുറിച്ചും പാപകാര്യങ്ങളെക്കുറിച്ചും, അത് അവിടെ നിന്ന് ചാടിപ്പോകാനൊന്നും പറ്റത്തില്ല. അത് നിങ്ങളുടെ വീടല്ലേ. അപ്പം നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പങ്കാളിയാകരുത്. ദൈവത്തെ തോന്നരുത് പങ്കാളിയാകണമെന്ന്. നിങ്ങളിപ്പുറത്ത് വന്ന് അവർക്ക് വേണ്ടി ഒരു ജപമാല ചെല്ലണം ഈ പിശാചിനെ ഒഴിപ്പിക്കാൻ വേണ്ടി. അല്ല നിങ്ങൾ അതിനോടെ കൂടി അയ്യോ ഒന്ന് കൂടിക്കിട്ട് നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. ചില ആൾക്കാർ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ്. രാഷ്ട്രീയ പാർട്ടിക്കല്ല ഗ്രൂപ്പേ. ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ഗ്രൂപ്പ് എങ്ങനെ വന്നതാണ്? കുടുംബത്തിൽ ഗ്രൂപ്പുണ്ട്, നമ്മുടെ കുടുംബത്തിലെ ഗ്രൂപ്പുണ്ട്. അപ്പനും മകളും കൂടി ഒരു ഗ്രൂപ്പ്, അമ്മയും മകനും കൂടി ഒരു ഗ്രൂപ്പ്. അപ്പോൾ നമ്മളറിയാത്ത ഗ്രൂപ്പ് കുടുംബത്തിൽ തന്നെ ഉണ്ട്. അതായത് ഈ ഗ്രൂപ്പുകൾ നിങ്ങൾ ആരുടെയെങ്കിലും ഗ്രൂപ്പാണെങ്കിൽ പല അമ്മമാർക്കും പറ്റുന്ന ഒരു പ്രശ്നം വെച്ചാൽ അവർക്ക് താല്പര്യമുള്ള ആൾക്കാർ, മക്കൾ തന്നെ 3 മക്കളുണ്ടെങ്കിലും അമ്മയ്ക്ക് പക്ഷഭേദം ഉണ്ടാവും. എന്നിട്ട് അതൊരു ഗ്രൂപ്പായിട്ട് വർക്കൗട്ട് ചെയ്യും. ചില രഹസ്യങ്ങൾ അവരോടെ പറയത്തുള്ളൂ, പുറത്ത് അവർ മക്കളാണെങ്കിൽ അവരോട് പറയത്തില്ല. നിങ്ങൾ അനീതി ചെയ്യരുത്. അനീതി ചെയ്താൽ നിങ്ങൾ ചിലപ്പോൾ മക്കളുടെ പ്രീതി പിടിച്ചു പറ്റുമായിരിക്കും. പക്ഷേ എന്താ, ദൈവം നിങ്ങളുടെ നിന്ന് പോകത്തില്ലേ? ദൈവത്തിൻ്റെ മുമ്പ് നിങ്ങളെ പ്രിയങ്കരാകത്തില്ലല്ലോ, ദൈവത്തിൻ്റെ മുമ്പ് നിങ്ങൾ ബഹുമാനരാകത്തില്ലല്ലോ. പഴയ തലമുറയുടെ അമ്മച്ചിമാർക്ക് ഇത് കലാപരിപാടിയായിരുന്നു. പക്ഷേ അവർക്ക് ഒഴിവ് കഴിവുണ്ട്. കാര്യം എന്താ കാര്യം? അവർക്ക് ദൈവത്തിൻ്റെ വചനം അറിയത്തില്ല. അവർക്ക് കർത്താവിനെമാരൊക്കെ കൊന്തയും അറിയത്തുള്ളൂ. അതാണ് ദൈവ വചനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് എന്തറിയാം? നമുക്ക് വചനം അറിയാം. പുതിയ തലമുറയ്ക്ക് വചനം അറിയാം. വചനം എന്തിനാണ് അറിയണത്? വചനം വായിക്കാനല്ല, വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. വചനം അനുസരിച്ച്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര കൊതിയായിരിക്കും. എന്താ കാര്യം? വചനം കേട്ടാൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ എങ്ങനെ പെരുമാറാമെന്നറിയാൻ പറ്റും. ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറാൻ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളിവിടെ അയോഗ്യത കൂടിയാണ് വന്ന് ഇതുപോലെയുള്ള ഗ്രൂപ്പും മക്കളുടെ ഗ്രൂപ്പും അപ്പൻ്റെ ഗ്രൂപ്പും ഫൈറ്റ് ഗ്രൂപ്പുകളൊക്കെ ജീവിക്കുന്ന സമയത്താണ് നിങ്ങളിവിടെ ഒന്ന് ഉടമ്പടി എടുത്തതെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ അയോഗ്യതയോടെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ നിങ്ങളെ പതുക്കെ ഉടമ്പടി ചെയ്യാനുള്ള, ഉടമ്പടി പുതുക്കണ മുമ്പ് തന്നെ ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത നേടിയെടുക്കണം. പല ആൾക്കാർ ഉടമ്പടി എടുത്താലും ഞാൻ ചിലരോടൊക്കെ ചുമ്മാ സംസാരിക്കത്ത പോലുമില്ല. ചുമ്മാ ഇടിച്ച് തല്ലി അവിടെ വീട്ടിൽ പ്രശ്നമാണെന്നും പറഞ്ഞ് എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. വയസ്സ് 65 ഉണ്ട് അല്ലെങ്കിൽ 55 ഉണ്ടെന്ന് പറഞ്ഞാൽ സാധനം കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ഉടമ്പടിയിൽ ദൈവം ഇതിൻ്റെ ഉടമ്പടി അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ കൃത്യം ഉടമ്പടി അനുസരിച്ച് അതിനോട് സത്യസന്ധത പുലർത്താൻ നോക്കണം. സത്യസന്ധത പുലർത്തിയിട്ട് ദൈവത്തോടുള്ള ആത്മബന്ധവും ദൈവത്തോടുള്ള സ്നേഹവും ഓരോ ദിവസവും സ്നേഹത്തുള്ള വളർച്ചയും ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് തിന്മയെ വെറുത്തുപേക്ഷിച്ചിട്ട് വിശുദ്ധി പാലിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഒരു കോമ്പറ്റൻ്റ് പാർട്ട്ണറായിട്ട്, അതായത് യോഗ്യമായിട്ടുള്ള പങ്കാളിയായിട്ട് മാറുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങളൊന്നും ഒരു പ്രശ്നവുമല്ല. അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം ചെയ്തു തരും. സെക്കൻഡുകൾക്കുള്ളിൽ. അത് നിങ്ങളുടെ മെരിറ്റിലല്ല വർക്ക് ചെയ്യണത്, ചില മെരിറ്റിലല്ല വർക്ക് ചെയ്യണത്. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ അയ്യോ ചില പറയത്തില്ലേ, ആ
കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ചില പിശാചുക്കളെ വിളിച്ചാൽ വരത്തില്ല. ഇതുകൂടി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. കാര്യം അതുങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ദൈവബോധമില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കണം. കാര്യം വെച്ചാൽ നീ ഇത് പഠിച്ചാലും ചില സമയത്ത് ആശുപത്രി പഠിക്കണ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരണമെന്നില്ല. പക്ഷെ നീ ദൈവത്തിലാണ് ആശ്രയിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എളിമ വേണം. കാര്യം എന്താ? കർത്താവേ, എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപ. ഇത് എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉറക്കം നിന്നും കഷ്ടപ്പെട്ടും പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറയണതുണ്ടല്ലോ, എന്തോ ഒരു സൗഭാഗ്യമാണെന്നറിയാമോ? അതായത് എനിക്ക് നിങ്ങളോട് ദേഷ്യം വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലരോടെങ്കിലും ദേഷ്യം വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഒരു പുതിയ കാല സൗഭാഗ്യമാണ്. അതായത് ഒരു ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉടമ്പടിയൊക്കെ വലിയൊരു കാര്യമില്ല ശരിക്കും. അങ്ങനെ ഉടമ്പടി പ്രകാരം നമ്മൾ ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളുണ്ടായി. ആ സാക്ഷ്യം അയാൾ പറഞ്ഞിരിക്കുന്നത് ആൻ്റണി വർഗീസ് അങ്കമാലി. അപ്പോൾ ആൻ്റണി വർഗീസ് അങ്കമാലി ഇതുപോലെ ഇങ്ങനെ ജോൺസൺ ജോസഫിനെ പോലെ തന്നെ IT ഫീൽഡിലെ വർക്കാണ്. അപ്പം അയാൾ IT ഫീൽഡിൽ ഈ ആൻ്റണി വർഗീസ് വന്നു. അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കണത്. അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, മകനെ ഞാൻ നിൻ്റെ ജോലിയാണ് ഉടമ്പടിക്ക് വെച്ചിരിക്കണത്. അപ്പം അമ്മ വളരെ വൃത്തിയും മെനുമായിട്ട് ഉടമ്പടി ഫോളോ ചെയ്ത് പോവുകയാണ്. പക്ഷേ അവനൊരു ജോലി കിട്ടിയെങ്കിലും അത് 3 മാസം വർക്ക് ചെയ്തപ്പോൾ 90-ാം ദിവസം ഇതിൻ്റെ HR വന്ന് ചോദിച്ചു, ജോലിയൊക്കെ എങ്ങനെ ഉണ്ട്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ടാസ്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റണില്ല. ഇവിടുന്ന് തരുന്ന ടാസ്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ HR ചോദിച്ചു, ടാസ്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് ഈ ജോലി കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് ജോലിക്ക് പോകുമായിരുന്നു? അപ്പോൾ ഇയാൾ പറയും, ഞാൻ ബാങ്കിങ്ങിന് പോകുമായിരുന്നു. എന്നാൽ പിന്നെ ഇപ്പം പോയിക്കൂടെ? ഇയാളെ ഡിസ്മിസ് ചെയ്തതാണ്, വളരെ തന്ത്രപരമായിട്ട് നയപരമായിട്ട് ഡിസ്മിസ് ചെയ്തതാണ്. ഇയാൾ പറഞ്ഞത് 3 മാസം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 90-ാം ദിവസം അസസ്മെൻറ്റിന് വിളിച്ചു. HR ചോദിച്ചു, എങ്ങനെയൊക്കെ പോകുന്നത് വർക്കുകളൊക്കെ? അപ്പോൾ ഈ സത്യസന്ധം കൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞ്, എനിക്ക് ടാസ്കുകളെല്ലാം നല്ലവണ്ണം കവർ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ HR വളരെ സൗഹൃദമായിട്ട് ചോദിച്ചു, ഈ ജോലി കിട്ടാതിരുന്നെങ്കിൽ വേറെ ഏത് ജോലിക്ക് പോകുമായിരുന്നു? ഞാൻ വല്ല ബാങ്കിനും പോകുമായിരുന്നു. എന്നാൽ പിന്നെ ഇപ്പം പോയിക്കൂടെ എന്ന്. അയാൾ രാജിവെക്കേണ്ടി വന്നു. അയാൾ ഡിസ്മിസ് ചെയ്താണ് കണ്ടത്. വളരെ നയപരമായി ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇയാൾ പുറത്തായപ്പോഴാണ് വെളിയോ വന്നത്, നല്ലൊരു ജോലി പോയില്ല എന്ന്. അതാണ് വിഷയം. അപ്പോഴും പിന്നെ ജോലിയില്ല അയാൾ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഞാനല്ലേ ഉടമ്പടി എടുത്തത്, നീ പോയി ഉടമ്പടി എടുക്കുക. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇയാൾ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇയാൾ ഇവിടെ വന്നപ്പോൾ കൃപാസനത്തിന് മുകളിൽ മഴവില്ല് വീശി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാളത് കണ്ട് അപ്പോഴേക്കൊക്കെ മനസ്സിലായി, ശരിയാ, അമ്മ എന്നെ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. പുള്ളിക്കാരൻ ഇതുപോലെ അത് ചിലരുണ്ടല്ലോ, ചിലരിങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദൈവം തോറ്റുപോകും. എന്നുവെച്ചാൽ ചിലരിങ്ങനെ ഭയങ്കര സത്യസന്ധരാകും, ഉടമ്പടിയോട് ചെയ്യണ കാര്യങ്ങൾ കൃത്യമായിട്ടും ആ ഉടമ്പടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവസ്നേഹത്തോട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം അമ്മയോട് ഇയാൾ പറഞ്ഞ്, അമ്മയോടല്ല, പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയുമായിട്ടൊരു ബന്ധമായല്ല, അമ്മേ, ഇപ്പം 3 മാസമായിട്ട് ഞാൻ ജോലി ചെയ്യാൻ നിൽക്കുകയാണ്. അമ്മ എന്നെ ഈ ഉടമ്പടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ വീടിൻ്റെ പ്രതിഷ്ഠയില്ലേ, പ്രതിഷ്ഠയുടെ താഴെ വന്ന് അമ്മ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ ഒരു സത്യസന്ധത ദൈവത്തോടുണ്ടാകണം. എന്നുവെച്ചാൽ എനിക്ക് ജോലി അമ്മ തരും. അപ്പം നിങ്ങളെല്ലാം ഇനി നാളെ വീട്ടിൽ പോയിച്ചു അമ്മ വന്ന് അടുക്കള നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഭീഷണി ഇറക്കരുത്. ഓരോ മനുഷ്യൻ ആത്മാർത്ഥത കൊണ്ട് ദൈവത്തിനോട് ജീവിക്കുന്ന ആൾക്കാർ ചെയ്യണ കാര്യങ്ങളാണ് ഈ പറയണത്. നിങ്ങൾ ആ യോഗ്യത ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് ഭീഷണിയായിട്ട് തോന്നത്തുള്ളൂ.
അപ്പോൾ എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി അയാൾ പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. അമ്മ ഒരു വാതിൽ തുറന്ന് ഞാൻ കിടക്കുന്നതിൻ്റെ ഫ്രണ്ടിലെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ അമ്മ വന്ന് നിന്ന്. അപ്പം അതെ, ഈ മഴവില്ല് കാണിച്ചല്ലോ. അത് ഈ ഉടമ്പടിക്ക് വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യസന്ധനെ കണ്ടാൽ ദൈവം റെസ്പോണ്ടാകും. അതാണ് വിഷയം. അപ്പം നമുക്കറിയാം, നമ്മൾ ഇതിനു വേണ്ടി ബസ് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് നടക്കണ കേസാണെന്ന് പറയും. സത്യസന്ധനാണ്. അപ്പം സത്യസന്ധനാണെങ്കിൽ ദൈവത്തിന് സംസാരിക്കുന്നതിന് സ്വപ്നമോ ദർശനമോ കാണിക്കുന്നതിനോ ഒരു പഞ്ഞുമില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. വെളിപ്പാടെല്ലാം വരണ സ്നേഹത്തിൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന. യോഹന്നാൻ 14:21. യോഹന്നാൻ 14:21. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് സംഭവം. അപ്പം വെളിപ്പാടെന്ന് പറയണത് ദൈവത്തിന് തോന്നിയാൽ മതി എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുകയും പിതാവ് അവനെ ബഹുമാനിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ വെളിപ്പാട് ചിലപ്പോൾ സ്വപ്നങ്ങളിൽ നിന്നുണ്ടാകും, ദർശനങ്ങളിൽ നിന്നുണ്ടാകും, പിന്നെ ഫിസിക്കലായിട്ട് ഇതുപോലെയുള്ള കാഴ്ച, മഴവില് പോലെ കാഴ്ചകളിൽ നിന്നുണ്ടാകും. ദൈവസാന്നിധ്യം ഉറപ്പുവരുത്തും. അത് വലിയ കഷ്ടപ്പാടുള്ള പണിയല്ല. ഉടമ്പടി എടുത്ത് സിൻസിയർ ആണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ വെളിപാടുകൾ വരും. ഇപ്പോൾ ഈ മനുഷ്യൻ എന്താ പറഞ്ഞത്? അമ്മ എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ എനിക്ക് ഇനി എത്രയും വേഗം എന്നെ പ്ലേസ് ചെയ്യുമെന്ന് ഉണ്ടെങ്കിൽ അമ്മ ഞാൻ പറയുന്ന സ്ഥലത്ത് ഇന്ന് വരണം. എൻ്റെ രൂപം ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടത്ത് അമ്മ വന്ന് പ്രത്യക്ഷപ്പെടണം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങണ മുമ്പ് തന്നെ എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റി. പിറ്റേ ആഴ്ച ആ മനുഷ്യൻ പ്ലേസ് ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടും, അതല്ല വിഷയം. ആ മനുഷ്യൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. അതിനുശേഷം ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച പള്ളി പോകത്തുള്ളായിരുന്നു. ഇപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അതിനുശേഷം പള്ളിയിലെ കുർബാന കഴിഞ്ഞ് അവിടെ നിന്നൊരു ജപമാല ചെല്ലും. അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കമ്പനി പോണത്. കണ്ട ലൈഫ് എന്ന് വെച്ചാൽ ദൈവത്തിന് തന്നെ തോന്നും. അതായത് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ എതിര് പറഞ്ഞത് ജീവിതമില്ലാതെ പ്രാർത്ഥിച്ച് ചുണ്ടുകൊണ്ടിങ്ങനെ ആ ദൈവത്തിന് മുമ്പ് അഭ്യാസം കാണിക്കുന്ന ആൾക്കാരെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ദൈവത്തോട് ഒരു ആത്മാർത്ഥതയുള്ള ആൾക്കാർ അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെന്താണ്, അവരാണ് പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നിങ്ങൾ നേടിയെടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കൊച്ചാക്കാൻ പറയുകയല്ല. പ്രാർത്ഥിക്കുന്നവർ ആദ്യം പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നേടിയെടുക്കണം. യോഗ്യത നേടിയെടുത്താൽ ദൈവത്തിന് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോടോ അതായത് നമ്മൾക്ക് ഓരോ വിഷയങ്ങളെക്കുറിച്ച് കാണിച്ചു തരുന്നതിനോടോ പറഞ്ഞു തരുന്നതിനോടോ ഉടമ്പടിയായത് കാരണം യാതൊരു പഞ്ഞവുമില്ല. കാര്യം എന്താണ്? ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. അതുകൊണ്ട് ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപാടുകളും ആവശ്യത്തിന് നടക്കും. പക്ഷെ നമ്മളൊരു കറക്റ്റ് ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും ദൈവത്തിന് പ്രിയങ്കരനാണ്, ദൈവത്തിന് ബഹുമാന്യനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ടും ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ടും ജീവിക്കാൻ വേണ്ടി ഒരു ദൈവത്തിൻ്റെ ദൈവവിളിയാണ് ഉടമ്പടി ജീവിതം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ വൈദ്യനും വൈദ്യവുമായ യേശു ക്രിസ്തുവേ, വൈദ്യശാസ്ത്രജ്ഞരെ സൂചിക്കും മരുന്നിനും കടന്നേലാവാത്ത മനുഷ്യ മനസ്സിൻ്റെ അഗാധനങ്ങളിലേക്ക്, മുറിവേറ്റ ചിന്തകളിലേക്ക്, വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക്, ഡിപ്രഷൻ രോഗങ്ങളിലേക്ക്, മാനസിക വിഭ്രാന്തികളിലേക്ക് അവരെ ശുശ്രൂഷിക്കുന്നവരെ, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന അവരെ പരിചയിക്കുന്നവരെ, ഓട്ടിസം രോഗികൾ, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികൾ, കുഞ്ഞുങ്ങൾ, അവരെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാർന്ന വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തണമേ. മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ഗർഭപാശത്തിലെ സിസ്റ്റുകൾ, അതുപോലെ PCOD രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, ശരീരത്തിന് ഉള്ളിലെ മുഴകൾ, സിസ്റ്റുകൾ, നടുവലിൻ്റെ വേദന, ഇടുപ്പലിൻ്റെ വേദന, വേസ്റ്റിൻ്റെ വേദനകൾ, നടക്കാനും നിവരാനും ഉറങ്ങാനും പറ്റാത്ത അവസ്ഥ, ശരീരത്തിൻ്റെ ചൂടുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, മഹത്വം ദേവദാവേ, നന്ദി ദേവദാവേ, മഹത്വം ദേവദാവേ, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവര്, വിസ റിജക്റ്റായി പോയവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ഇതുവരെയൊക്കെ ഈ നിമിഷം വരെയും ഒരു അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ആകാത്തവർ, എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പലതരത്തിൽ കുഴയുന്നവർ, അവർക്കെല്ലാം കൃത്യമായ തീരുമാനങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കർത്താവ് അടയാളങ്ങളിൽ അവർക്ക് തീരുമാനം നൽകുന്നതിനായിട്ടും, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ഡൈവേഴ്സിൻ്റെ വക്കലെത്തിയിരിക്കുന്നവർ, പിരിഞ്ഞു പോയവർ, ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോലിയില്ല, മറ്റു തരത്തിലുള്ള വരുമാന മാർഗങ്ങളില്ലാത്തവർ, കടകമ്പോളങ്ങൾ, ചെറുകിട വ്യാപാര വ്യവസായശാലകൾ, ആനിമൽ ഫാം, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉറക്കം നിന്നും ജോലി ചെയ്തിട്ട് മനസ്സിൽ ഭാരപ്പെടുന്നവർ, രോഗികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള അഗ്രികൾച്ചറിന് വരുന്ന രോഗങ്ങൾ, മൃഗങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവർ, കേസിൽ ജയിലിൽ കിടക്കുന്നവർ, അതുപോലെ തന്നെ ഓരോരോ ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടാത്തവർ, വസ്തു തരം മാറ്റപ്പെടാൻ പറ്റാതിരിക്കുന്നവർ, അതുപോലെ തന്നെ നമ്പർ കിട്ടാത്തവർ, ചില കാര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നവർ, നിയമപരമായിട്ട് ഒരു നീക്കുപോക്കില്ലാതെ ആശ്വാസം നിൽക്കുന്നവർ, നിരന്തരം ഇട്ടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. Amen.